സഹനത്തിന്റെ തീച്ചുളിയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കേറ്റ ഏത് സഹനത്തിനും ക്രിസ്തീയമായി ഒരു മാനമുണ്ട്. ക്രിസ്തീയമായ തലത്തിൽ അതിനൊരു അർത്ഥവ്യാപ്തിയുണ്ട്. രണ്ടു തരത്തിലാണ് ക്രിസ്തീയ സഹനം. ഒന്ന്, തിരുത്തുന്ന സഹനം. രണ്ട്, തികയ്ക്കുന്ന സഹനം. തിരുത്തുന്ന സഹനം അഥവാ കറക്റ്റിംഗ് സഫറിംഗ് ഉണ്ട് നമുക്കൊക്കെ. ചിലയിടങ്ങളിൽ നമ്മൾ അടിപതറുമ്പോൾ ശിക്ഷയായിട്ടല്ല, ശിക്ഷണമായിട്ട് ചിലയിടങ്ങളിൽ നമുക്ക് ചില സഹനങ്ങൾ ഉണ്ടാകാം. അത് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുമ്പോൾ നമ്മൾ പുതിയ പാഠം അവിടെ പഠിക്കുന്നുണ്ട്. മറ്റൊരു സഹനമാണ് തികയ്ക്കുന്ന സഹനം. നമ്മളെ ദൈവികമായ പദ്ധതിക്കായിട്ട് ഒരുക്കുമ്പോൾ ദൈവം സഹനത്തിന്റെ മാർഗത്തിലൂടെ നമ്മളെ കടത്തിവിടും. അത് നമ്മളെ ഒന്നുകൂടി തികയ്ക്കാൻ വേണ്ടിയാണ്, നമ്മളെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. തികയ്ക്കുന്ന സഹനവും തിരുത്തുന്ന സഹനവും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി കടന്നു വരും. അതിൻ്റെ അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ ആഴമെന്തെന്ന് മനസ്സിലാക്കുവാനും അത് ദൈവിക പദ്ധതിക്കുള്ള ഒരു ആയുധമായി ഉപയോഗിക്കാനും സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.